അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ന് ഞാൻ താണ്ട ഒരു ഈദ് ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇത് എപ്പോൾ എടുത്തതാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ബുർജുമാൻ എന്ന് പറയുന്ന മോളിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അത് പോകുന്നത് നമ്മൾ ബസ് കയറിയിട്ട് പിന്നെ മെട്രോ ആക്സസിലാണ്. അതായത് ദുബായിൽ നമുക്ക് ഏറ്റവും വലിയൊരു ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് ഈസി ആക്സസ് എന്ന് പറയുന്നത് മെട്രോയിൽ പോകുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ട് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് താണ്ട ബസ്സിൽ ഈ ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ ആയാലും ബസ്സിലായാലും ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ക്യാഷ് അല്ല നമ്മൾ ദുബായിൽ കൊടുക്കുക കേട്ടോ. അതാണ്ട് ഇത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഞാൻ റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരാറില്ല. കാരണം ഓഫീസിൽ പോയിട്ട് നമ്മൾ വീക്കെൻഡിൽ എപ്പോഴും മാത്രമേ നമ്മൾ ഈ മെട്രോയിലോട്ട് വരാറുള്ളൂ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഒരു പുതിയതുപോലെ തോന്നി. കാരണം ഫുട്പാത്തൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നേരത്തെ. ഇത് അവർ ഈ കുറച്ച് നാൾക്ക് മുന്നേ നമ്മളിവർ റിനോവേഷൻ ചെയ്തതാണ് കേട്ടോ. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ദുബായ് എയർപോർട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. നമ്മൾ സ്റ്റേഡിയം എന്ന് പറയുന്ന മെട്രോയിലെത്തി. ഇവിടെ നിന്നാണ് നമ്മളിനി മെട്രോയിൽ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലൈൻ മാറി കയറിയാലും ഗ്രീൻ ലൈനിലാണ് പോകുന്നത്. പിന്നെ ഇത് ദുബായിൽ നമ്മൾ പബ്ലിക് സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയൊരു ക്ലിപ്പ് എടുത്തത്. ഇതുപോലെ നമ്മൾ നാട്ടിലെ പോലെ തന്നെ മെട്രോയിൽ കയറുന്ന കണക്ക് ടാപ്പ് ചെയ്തിട്ട് കയറിയാൽ മതി. ഇതാണ്ട് നമ്മൾ ബുർജുമാൻ എന്ന് പറയുന്ന മോളിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബുർജുമാൻ മോളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് അതുവഴി ഒരു ദുബായിയുടെ ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ ആദ്യമേ കയറിയത് H&Mലാണ്. H&Mൽ അത്ര ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു, കളക്ഷൻസും കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷ് കളേഴ്സ് എന്ന് പറയുന്നത് ഹസ്ബൻഡിന് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഇതുവരെയൊക്കെ നമ്മൾ കറങ്ങി തിരിയാണ്. ഇതാണ് റമദാൻ മുബാറക്ക്. ഞാൻ ഇപ്പം ഈദൽ അദഹയിലാണ് ഞാൻ റമദാൻ മുബാറക്കിൻ്റെ വീഡിയോ ഇടുന്നത്. ആ ടൈമിൽ ഞങ്ങൾ ഈ ഷോപ്പിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇടാൻ ഒട്ടും സമയം കിട്ടില്ല. അപ്പം വിചാരിച്ചു എന്നാൽ ഈ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിനിട്ടോ. പക്ഷേ ഇത് കണ്ടോ, അവിടെ ഒരു സൂക്കെന്നും പറഞ്ഞിട്ടൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അതിനകത്ത് കുറേ കൊറിയൻ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാണുന്ന ഡ്രാമ ജാപ്പനീസ് ഒരു വൺ പീസിൻ്റെ ഡ്രാമയില്ലേ, അതിലെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ സുവനിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ട് രസിച്ച് പോകുമായിരുന്നു. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. യുണീക്കായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. നമ്മൾ എന്തിനാ പോയെന്ന് പോലും അറിഞ്ഞില്ല. വെറുതെ അവിടം പോയി കണ്ടിട്ട് തിരിച്ച് വന്ന രീതി പോലെ ആയിപ്പോയി. പിന്നെ ഇത് ഡൈസോ ആണ് കേട്ടോ. മിനീസോ അല്ല, ഡൈസോയിൽ കയറിയിട്ട് ഞാൻ അത്യാവശ്യം ഇങ്ങനെ കുറേ കളക്ഷൻസൊക്കെ നോക്കുമായിരുന്നു. അവിടെ എന്താണ് ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ലാസ്റ്റ് ബലൂണിൽ ഞാൻ നോക്കുന്നതിൻ്റെ റീസൺ ഇതെടുക്കുന്നത് തന്നെ മാർച്ചിലാണ്. അപ്പോൾ മാർച്ചിലാണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ. അവന് പറ്റിയത് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാനുണ്ടോ എന്ന് നോക്കിയതാണത്. പക്ഷെ ഒന്നും കിട്ടാതെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ ബസ് സ്റ്റോപ്പിൽ വന്നു. ഇവിടുത്തെ നീണ്ട ക്യൂ കണ്ടോ. ഇവിടെ ബസ്സിൽ കയറണം, ഇത്ര ക്യൂ വരും. അതുപോലെ ഞങ്ങൾക്കുള്ള ബസ് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ ഉന്തലും തള്ളലും ഇടിയൊന്നും കാണില്ല. RTയുടെ ബസ് സ്റ്റോപ്പിൽ വരും. സ്റ്റോപ്പിൽ നമ്മൾ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആൾക്കാരെ ഇറക്കും ലൈനായിട്ട്. അതായത് ചില ബസ്സിന് 3 ഡോർസ് ആയിരിക്കും, ചില ബസ്സിന് 2 ഡോർസ് ആയിരിക്കും. അപ്പോൾ ആദ്യമേ ഏതായാലും RTയുടെ ബസ് ആൾക്കാരെ ഇറക്കിയിട്ട് അവരിറങ്ങിയതിന് ശേഷം ഫ്രണ്ടിലേക്ക് നമ്മൾ കയറാനുള്ളവരുടെ അടുത്ത് കൊണ്ട് ഇറക്കും. എന്നിട്ട് നമ്മൾ ക്യൂ ആയിട്ട് കയറും. എന്തായാലും അവിടെ ഒരു ഇടിയും കാണില്ല, തെള്ളലും കാണത്തില്ല. അവിടെ സെക്യൂരിറ്റിയും കാണും എപ്പോഴും കേട്ടോ. ഏത് വെയിലത്തും അവിടെ സെക്യൂരിറ്റീസും കാണും. അവിടെ നിന്ന് നേരെ സഹാറ സെൻറ്ററിലേക്കാണ്. അതായത് നമ്മുടെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മോളാണ്. അവിടെ ജസ്റ്റ് ഞങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി ഇറങ്ങിയതാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ നല്ല ക്ഷീണമായി, നൊയമ്പായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചെറിയ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ.